സീനിയർ ഓഫീസറെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ മൂലംകുഴിയിൽ പ്രഭാകരൻ എന്താ ഒരു പ്രന്യാസം? മരുമോന്റെ മുമ്പിൽ സല്യൂട്ട് ചെയ്യാൻ അമ്മായിയച്ഛന് ചമ്മല. ഡ്യൂട്ടിക്കിടയിൽ എനിക്ക് അബദ്ധമില്ല, അല്ലാത്തപ്പോഴും. കമോൺ സല്യൂട്ട് മീ. മോനെ സഹദേവ, അച്ഛൻ വന്നിട്ടല്ലേ? രാവിലെ തുടങ്ങി കണക്ക് പറച്ചില്. പലചരക്കടയിൽ 2500 രൂപയോ? ആ 2500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഫുള്ള് വാങ്ങിച്ചായിരുന്നു. അരി, ഉപ്പ്, മുളക്, പഞ്ചസാര, മുട്ട 200, പവർ മാൾട്ട് 2 ടിന്ന്, ഹെർക്കുലിയസ് 5 കുപ്പി, അല്ല ഓർലിക്സ് 5 കുപ്പി. ഇത് വേറെ ആരൊരു കണക്കാ? അല്ല, ഇത് ഇവിടുത്തെ കണക്ക് തന്നെയാ. ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും ഒരച്ഛൻ മകനോട് കണക്ക് പറയരുത്. പക്ഷേ പലചരക്ക് കടക്കാരൻ എന്നോട് കണക്ക് പറയുന്നു. വൈറ്റമിൻ 3X. അത് ശരി. അച്ഛന്റെ ഈ ഒടുക്കത്തെ കുടി നിർത്താതെ ഈ കുടുംബം നന്നാവില്ല. ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ നേന്ത്രപ്പഴില്ല. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റുണ്ടോ ഷർട്ടുണ്ടോ ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊക്കെ കാരണം മരിച്ചത്. എന്താ നിങ്ങൾ ഒരാളെ എന്റെ അച്ഛനെ നശിപ്പിക്കുന്നത്? പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. ഇനി വിക്രമേട്ടനായിട്ട് അച്ഛന്റെ വില കൂട്ടാൻ നിൽക്കണ്ട. എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ. റിക്വസ്റ്റ്. നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബമാണ് നശിച്ചത്. എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിയാക്കി വെള്ളം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ, എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടല്ല. ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ്. അത് ശരി. കണ്ണി കണ്ട പെൺപട്ടികളുടെ വായ നോക്കിക്കാണല്ലേ. ജൂലി ഞാനും കാണട്ടെ. അങ്ങ് മാറിക്കുന്നു. ഞാനൊന്ന് കാണുന്നു. നീ വായി നോക്കി നിൽക്കുന്ന ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറയാം. പട്ടിയായിട്ടാ മോന്റെ കളി പേളോ. ഇത് തന്നെയാ ഞാൻ എന്റെ മോളോടും പറയാറുള്ളത്. ഹായ്, ഞാനൊരു കള്ളനാണെന്നാണ് കുട്ടി തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ഞാൻ പോലീസിലാണ്. കുട്ടി എന്ന് കണ്ടത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു തെരുവ് നാടകമാണ്. കണ്ടില്ലേ, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കഥാപാത്ര എന്നെ സല്യൂട്ട് ചെയ്താ എന്റെ അസിസ്റ്റന്റാ. क्या हुआ मीना बेटी? कुछ नहीं दादाजी, ये आलतू फालतू कुछ बोल रहा है, मुझे मालूम नहीं पड़ रहा. ഹിന്ദിക്കാരിയാണല്ലേ. നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. വെറുതെ കുറെ മലയാളം വേസ്റ്റായി. എന്തായാലും പേര് കൊള്ളാം, മീന ബേട്ടി. ബേട്ടി അച്ഛനായിരിക്കുമോ? तुम मेरे सामने से हटो. मेरे सामने से हटो. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. मेरे सामने से हटो. അയ്യേ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്ക പൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? ജയിലിൽ നിന്ന് വന്നാണേ. നീ ജയിലിൽ ആടിയോ? അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമൊന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിൽ നിന്റെ അമ്മായിയച്ഛന്റെ വീടാണടാ. ഞാൻ ഇവിടെ നിന്നോളാം, എനിക്കൊന്നും വേണ്ട. ഇവനെ നിർത്തല്ലേ അച്ഛാ. നീ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം. രാവിലെ പട്ടിയെ കൊണ്ടുപോയി പല്ല് കേൾപ്പിക്കണം, അപ്പിടിപ്പിക്കണം, കുളിപ്പിക്കണം. അപ്പിട്ടിലേക്ക് കുളിപ്പിക്കണ്ടല്ലോ. പറഞ്ഞത് കേട്ടാ മതി. ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ. എന്നെ ഇങ്ങനെ കണ്ടാലും അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? ഞാനെണ്ണില്ല. मैं जूली को ढूंढने आई हूँ, वो इसके अंदर है. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കഴിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. എനിക്കറിയായിരുന്നു രാവിലെ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. അതാണ് ഈ ലവിന്റെ തിയറിയും എന്റെ സ്പെഷ്യാലിറ്റിയും. ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. मेरी जूली को जल्दी वापस करना. ആരാ? मेरी जूली को जल्दी वापस करना. हे, मेरे साथ मजाक नहीं करना. मुझे मालूम है मेरी जूली यही है. എന്തുവാടാ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല. മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണെ അകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോന്ന്. പെണ്ണോ? ഞാൻ അത്രക്കാരൻ നഹി ഹേ. നിന്റെ അച്ഛനെങ്ങാനും. तो मैं तुम्हारे बारे में पुलिस में कंप्लेन करूंगी. അവളെന്താ പറഞ്ഞെന്നറിയാമോ? എന്നാ അവക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. പൊളിക്കും. നിന്റെ അപ്പൂപ്പനെ കെട്ടിച്ചു കൊടുക്കടാ.
ഇറാഖിൽ മിസൈൽ വീണ പോലെ ആയല്ലോ. വീടിന്റെ ആധാരം പണയം വെച്ചതും കരഞ്ചന്ത് ഗൾഫിൽ പോയതും ഓഫീസിന്റെ പണി തുടങ്ങിയതും എല്ലാം പെട്ടെന്നായിപ്പോയി. കിടപ്പാടം പോവോ വർക്കി? സാധ്യത ഇല്ലാതല്ല. ഈ വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. മജീഷ്യൻ സാമ്രാട്ടിനെ പോലെ. CID-കൾ എല്ലാവരും വ്യത്യസ്തരാണ്. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. CID മൂലംകുഴിയിൽ സഹദേവൻ പറയുമ്പോൾ ഒരു സുഖമില്ല. നമുക്ക് പേരങ്ങ് മാറ്റിയാലോ? മൂലംകുഴി തൊട്ട് കളിക്കരുത്, അത് ഞങ്ങളുടെ തറവാടിന്റെ പേരാ. CID മൂലംകുഴിയിൽ മാത്രം വെച്ചാലോ? പേര് മാറ്റുക എന്നൊക്കെ പറഞ്ഞ കേൾക്കുമ്പോ ഇമ്പില്ല. CID മൂലംകുഴിയിൽ സഹദേവൻ. ഓക്കെ, ആദ്യം 2 അക്ഷരം എടുത്താൽ അത് കൊള്ളാം. CID മൂലം. അച്ഛാ ഡ്രസ് വെച്ചേ. ഞാൻ അപ്പോഴേ പറഞ്ഞ കള്ളനെ പിടിച്ച് കൂടെ നിർത്തരുത്. അപ്പൊ നീ ഉദ്ദേശിച്ച CID കുഴിയുന്ന? അച്ഛാ, ഞാൻ ഉദ്ദേശിച്ച മൂലംകുഴിയിൽ നിന്ന് മൂയും സഹദേവന്റെ സായും. James Bond in ditto, Sherlock Holmes in petto, ചീരിപ്പായും ജെട്ടോ, atom bomb bomb bomb. James Bond in ditto, Sherlock Holmes in petto, ചീരിപ്പായും ജെട്ടോ, atom bomb bomb bomb. India ഗേറ്റിൽ കാണാം, ഇനി ഇന്റർനെറ്റിൽ കാണാം, പകൽ ഇന്റർനെറ്റിൽ തപ്പാം തപ്പാം. India ഗേറ്റിൽ കാണാം, ഇനി ഇന്റർനെറ്റിൽ കാണാം, പകൽ ഇന്റർനെറ്റിൽ തപ്പാം തപ്പാം. ആറ് കാറും അതിനിടയിൽ ഈ ബോറ് കാറും ഓവറാവോ മോനെ? കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഇതിന്റെയൊക്കെ കാശാരോട് ഈശ്വര. അച്ഛൻ. ഏതച്ഛൻ? ഇവന്റെ അമ്മയുടെ നായര്. മോളെ, ഇതാണ് CID മൂസ. ഹലോ. അറിയാം, ഇപ്പൊ കോളേജിലും ക്യാൻറ്റീനിലും എല്ലാരും മൂസ മൂസ എന്നാ പറയണേ. ക്യാൻറ്റീനിലാണെങ്കിൽ മൂസ എന്നാവില്ല, സമൂസ എന്നായിരിക്കും. അല്ല സൗദേവ, ഈ വെടി കൊള്ളാനുള്ള ആൾക്കാർ ഇതേ ഹൈറ്റിൽ മതിലേ കയറി അനങ്ങാതെ നിന്ന് തരുവാ. നീ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ വെടിയും വെച്ചോണ്ട് നടന്നോ? നിന്റെ പ്രായത്തിൽ എനിക്ക് പിള്ളേര് 2. ഇനി വേണ്ടത് നിന്റെ അമ്മയ്ക്കൊരു കൂട്ടാ. അതിന് അച്ഛനേക്കാളും പറ്റിയ ഒരാളെ കണ്ടുകിട്ടണ്ടേ? അച്ഛാ, എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. താമസിയാതെ ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരും. അയ്യടാ, കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന ഒരാള്. താന് ശിക്കാരി ശമ്പൊക്കെ ഭാഗ്യത്തിനാ കേസ് തെളിയിക്കുന്നത്, അല്ലാതെ തനിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നും അല്ല. ഇയാൾ വെറും മരമണ്ടനാ, പോങ്ങൻ. കോമാളി വേഷവും കെട്ടി വന്നിരിക്കാ. നോർത്ത് ഇന്ത്യ. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവ. സത്യം. ദിവസവും ഒരുപാട് പെൺകുട്ടികളെ പുറത്തു വെച്ച് കാണുന്നവനെ ഞാൻ. എന്നിട്ട് അവരോട് തോന്നാത്ത ഈ പെൺകുട്ടിയോട് തോന്നിയത് എന്താണെന്നറിയോ? അതുകൊണ്ടൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ നിന്നെ കൊണ്ടേ പോവൂ. कुछ कुछ होता है मैंने प्यार किया तो डरना क्या. मैंने प्यार किया तो डरना क्या. क्या समझ रहे अपने आप को? കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത് ഒപ്പിക്കണത്. സഹകരിക്കൂ പ്ലീസ്. നിനക്കറിയോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും പോയിട്ടില്ല. ഞാൻ 1950 മുതലുള്ള ഹിന്ദി പടങ്ങളുടെ പേര് ഒറ്റയിരിപ്പിന് കാണാപ്പടം പഠിച്ച നിന്റെ പേർക്ക് പാട്ട് പാടിയായിരുന്നത്. ഈ പഠിത്തം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നതിൽ ഞാൻ ഇന്ന് ഹിന്ദി മുൻഷിയനടി. प्यार करती है. You love me? അതിസാഹസികമായി മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിച്ച CID മൂസയെ പുതിയ മുറകൾ അഭ്യസിപ്പിക്കാനായി കേരള സർക്കാർ ഇന്ന് സ്കോട്ട്ലാൻഡിലേക്ക് അയക്കുന്നു.